ഓണം ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവർ നോക്കിയിരിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. ഓണത്തിന് നടക്കുന്നതായ ഈ ഇല വെച്ച് പൂവും മലരും അതുപോലെ തന്നെ അവലും ഒക്കെ വെച്ച് നിവേദിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങൾ പിതൃബലി അർപ്പിക്കുന്ന രീതിയിൽ മഹാബലിയുടെ ആത്മശാന്തിക്കായിട്ട് ഒരു ആണ്ട് ബലി അർപ്പിക്കുന്ന ചടങ്ങാണ് എന്ന് ഞാൻ കാണുകയുണ്ടായി. മനസ്സിലാക്കി സർക്കാർ 1980-കളില് EMS K കരുണാകരൻ പോലുള്ള അവരുടെ കാലഘട്ടങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം വീണ്ടും നടത്തുവാൻ തീരുമാനിക്കുന്നു. ഓണം എന്ന് പറയുന്നത് കേരള ജനതയുടെ, കേരളത്തിൽ പിറന്ന ഓരോ ജനതയുടെയും ആഘോഷമാണ്. അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻസ് എന്നോ താഴ്ന്ന ജാതിയിലെ ആൾക്കാരെന്നോ ഹൈ ടീമിലെ ആൾക്കാരെന്നോ ഒരു വേർതിരിവൊന്നുമില്ല. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നതാണ്. എല്ലാ മനുഷ്യന്മാർക്കും ഈ ഭൂമിയിൽ എത്ര കാലം നമ്മളൊക്കെ ഉണ്ടാകും? ഏറി വന്നു കഴിഞ്ഞാൽ ഇന്ന് കണ്ടവനെ നാളെ കാണുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടേക്കാണ് നമ്മുടെ ഈ ഭൂമി കടന്നു പോകുന്നത്. ലഹരി, ഒരുപാട് ഇന്ന് കാണുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് നിങ്ങളും ഞാനും ഒക്കെ കടന്നു പോകുന്നത്. പക്ഷേ നമുക്കിതൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങളുടെ ഈ സംസാരത്തിന് ഞാൻ ഒരിക്കലും യോജിക്കില്ല. നിങ്ങളുടെ ഈ സംസാരത്തിന് മാത്രം എനിക്ക് യോജിക്കാൻ താല്പര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കേരള ജനതയുടെ വിശേഷപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം. കേരള ജനത മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളൊരു ചൊല്ലുണ്ട്. ഓക്കെ, ഈ സംസാരത്തിന് ഞാൻ യോജിക്കും. ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവർ നോക്കിയിരിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ. നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയവനെ നോക്കിയിരിക്കല്ലേ, അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ. ഒത്തിരി ഉന്നതമായ പ്രത്യാശ നമുക്കുള്ളത്. സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം ഇറങ്ങി വരും. അതിലേക്ക് കാണാൻ വരുന്നൊന്നുമല്ല, നമ്മളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ. നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് പാതാളത്തിൽ പോകാൻ വേണ്ട. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആർക്കും പാതാളത്തിൽ പോകണ്ട. ഞങ്ങളുടെ യാതൊരു താല്പര്യമില്ല. പോയവരും ചവിട്ടിത്താത്തിയവരും ഒക്കെ നിങ്ങളുടേതാണ്. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവരുടെ ഓണം പരിപാടിക്ക് അവർക്ക് കൊടുത്തേക്കാം. നമുക്ക് വേണ്ട. ഇവൻ പറയുന്നത് എന്തെന്നാണ്? എന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു. ഇതേക്കുറിച്ച് ചെറിയൊരു വിശദീകരണവും കൂടെ ഈ ഓണത്തിന്റെ സീസൺ കഴിയുകയാണ് എങ്കിൽ പോലും നൽകേണ്ടത് ആവശ്യമാണ് എന്ന്. പല വ്യക്തികളും ഒരു കലക്കം പങ്കുവെക്കുകയുണ്ടായി. ചിന്താക്കുഴപ്പം. ഇത് വെറും ഒരു വിളവെടുപ്പ് ഉത്സവമല്ലേ, കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവമല്ലേ, തലമുറകളായിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നതല്ല, ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു പ്രത്യേക ചിന്തയുമായിട്ട് ഈ അച്ഛനും ഇതുപോലെ വേറെ ചില അച്ഛന്മാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നത് എന്നൊരു ചിന്ത പറയുകയുണ്ടായി. ഓണത്തെക്കുറിച്ച് നമ്മൾ അല്പമൊന്ന് ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തൃക്കാക്കര അമ്പലവുമായിട്ട് ഓണ ആഘോഷത്തിന് വളരെ ആഴപ്പെട്ട ബന്ധമുണ്ട്. തൃക്കാക്കര എന്നുള്ള പേര് തന്നെ വരുന്നത് തിരുകാൽക്കര എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വാമനമൂർത്തിയാണ് തൃക്കാക്കര അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ. അപ്പൊ വാമനനായിട്ട് വിഷ്ണു അവതരിച്ചത്, വന്ന് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് ഈ തൃക്കാക്കരയിലാണ്. അവിടെ തൃക്കാക്കരയിലായിരുന്നു മഹാബലിയുടെ സ്ഥാനം എന്നുമൊക്കെ ഈ കഥകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഓഡിയൻസിന് ഒരു ഇതില്ലേ, ഇത് തന്നെ കാണിക്കുന്നത് ഈ മഹാബലിയോട് ബന്ധപ്പെട്ട വാമനമൂർത്തിയുടെ തിരുക്കാലിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. തൃക്കാക്കര അമ്പലത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്ന് ഓണാഘോഷം തന്നെയാണ്. 10 ദിവസത്തെ ആഘോഷമൊക്കെ. അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ വാമനമൂർത്തി ആണെങ്കിലും മറ്റു പല പ്രതിഷ്ഠയ്ക്കും ഒപ്പം മഹാബലിയെയും അവിടെ ഒരു പ്രതിഷ്ഠയായിട്ട് ഇരുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തൃക്കാക്കര അമ്പലത്തിൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ട നടത്തിയ ആഘോഷങ്ങൾ എല്ലാം ഈ മഹാബലിയെ ഓണത്തപ്പനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഓണസദ്യയും ഓണക്കോടിയും അതുപോലെ തന്നെ പൂക്കളവിടലും തിരുവാതിരകളിയും എല്ലാമായിട്ട് നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ നടത്തിയിരുന്നത്. ഇതേക്കുറിച്ച് ചരിത്രം ഞാൻ വായിച്ചപ്പോൾ മഹോദയപുരം ആസ്ഥാനമാക്കിയുള്ള ചേര സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് കേരള പ്രദേശത്തെ 60ഓളം നാട്ടുരാജ്യങ്ങൾ കഴിഞ്ഞിരുന്ന ആളുകളിൽ ഈ ഓണ ആഘോഷത്തിനായിട്ട് ചേര രാജാക്കന്മാർ ഇവിടെ എത്തിയിരുന്നുവെന്നും മറ്റു നാട്ടുരാജാക്കന്മാർ ഒരുമിച്ച് കൂടിയിരുന്നുവെന്നുമാണ്. എന്നാൽ ഏതോ ഒരു അവസരത്തില് അപ്പുറം ഒരുമിച്ച് കൂടാനും ജനങ്ങളെല്ലാം കൂടി ഈ ആഘോഷം നടത്താനും പറ്റാതെ വന്ന സാഹചര്യത്തില് ചേര മഹാരാജാവ് ഒരു വിളംബരം വഴി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ജാതി, മതം, രാഷ്ട്രീയം ഇതൊക്കെ ഇപ്പം വന്നതല്ലേ. ഓരോരാളുടെ വിശ്വാസം. ഈ വാമനമൂർത്തിയുടെ രൂപം ഉണ്ടാക്കി വെച്ച് അവിടെ നിങ്ങൾ പൂക്കളമിട്ട് സദ്യ ഒരുക്കി കോടി ഉടുത്ത് പുത്തൻ വസ്ത്രം ധരിച്ച് ഈ വാമനമൂർത്തിയും അതോടൊപ്പം മഹാബലിയെയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. ഇവിടെ വാമനമൂർത്തിയും
ഓണത്തപ്പനും തമ്മിലൊക്കെയുള്ള ഓണാഘോഷത്തിന്റെ ബന്ധം ചിന്തിക്കുമ്പോൾ വാമന ജയന്തി ആഘോഷം എന്നുള്ളതും മഹാബലിയെ തിരിച്ച് സ്വീകരിക്കുന്നതിന്റെ ആഘോഷം എന്നുള്ളതും കാണാൻ പറ്റും. ചില കുറിപ്പുകളിലെ വീഡിയോകളിൽ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഓണത്തിന് നൽകുന്നതായ ഈ ഇല വെച്ച് പൂവും മലരും അതുപോലെ തന്നെ അവലും ഒക്കെ വെച്ച് നിവേദിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങൾ പിതൃബലി അർപ്പിക്കുന്ന രീതിയിൽ മഹാബലിയുടെ ആത്മശാന്തിക്കായിട്ട് ഒരു ആണ്ട് ബലി അർപ്പിക്കുന്ന ചടങ്ങാണ് എന്ന് ഞാൻ കാണുകയുണ്ടായി. ഓരോരാളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ആരും കയ്യേറാതിരിക്കുക. മറ്റ് രീതിയിലേക്ക് എങ്ങനെ ജനങ്ങളുടെ പിന്തുണ സ്വീകരിക്കപ്പെടാമെന്ന വിധത്തില് ചർച്ചകൾ ആരംഭിക്കുന്നു. പൂർണ്ണമായും മതപരമായ കാര്യങ്ങൾക്ക് അടിപ്പെട്ടു പോയ ഇത്തരം ഒരു വസ്തുത എങ്ങനെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാമെന്ന രീതിയിലാണ് സാംസ്കാരിക മാനം കൈവരിച്ചാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ഇതിനെ സ്വീകരിക്കൂ എന്ന് മനസ്സിലാക്കി സർക്കാർ 1980-കളില് EMS കെ കരുണാകരൻ പോലുള്ള അവരുടെ കാലഘട്ടങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം വീണ്ടും നടത്തുവാൻ തീരുമാനിക്കുന്നു. ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അന്നത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത്തച്ചമയ ഘോഷയാത്രകൾ എല്ലാം ഇതിന്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുവാൻ തുടങ്ങി. അങ്ങനെ ഒരു സാംസ്കാരിക മാനം ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് കേരളത്തിന്റെ ഒരു ഉത്സവം എന്നോണം ഒരു പ്രതീതി ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ അന്നത്തെ ഹിന്ദുത്വവാദികൾ ഒരിക്കലും ഇത് സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറാകാതിരുന്ന ഒരു സമയം കൂടി ആയിരുന്നത് കൊണ്ട് സർക്കാരിന്റെ അടുത്ത തലത്തിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങിയത് സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതെങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു ചർച്ചയിലാണ്. അങ്ങനെയാണ് പാഠപുസ്തകങ്ങളിൽ ഇത് ഉൾപ്പെടുത്തുന്നത്. നമ്മളൊക്കെ സ്കൂൾ തലത്തിൽ പഠിച്ച കേരള പാഠാവലി പുസ്തകത്തില് കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം 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 എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ബുദ്ധിയിൽ ഇത് അവർ നിറയ്ക്കുകയാണ് ചെയ്തത്. ഓണം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ആഘോഷമല്ല എന്ന് പറയുമ്പോൾ മാവേലി എന്ന് പറയുന്ന ക്യാരക്ടർ എവിടെ നിന്നാണ് വരുന്നത്? അതൊരു മതത്തിന്റെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ, അതൊരു സാംസ്കാരിക ഉത്സവത്തിന്റെ മാത്രം ഭാഗമാണ് എന്നുണ്ടെങ്കിൽ മാവേലി എന്ന് പറയുന്നത് എവിടെ നിന്ന്, ഏത് ഭാഗത്തു നിന്ന് വന്നതാണ്? നമസ്കാരം. ഓണം നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. കലകളും കായിക മത്സരങ്ങളും നിറഞ്ഞ ഈ ഉത്സവം സ്നേഹവും ഐക്യവും വളർത്തുന്ന ഒരു ആഘോഷമാണ്. മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മയ്ക്കായി നാം ഓരോ വർഷവും ഓണം ആഘോഷിക്കുന്നു. ഒരു കാലത്ത് കേരളത്തിൽ മഹാബലി എന്ന മഹാരാജാവ് ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനങ്ങൾ സന്തോഷത്തിലും സമൃദ്ധിയിലുമായിരുന്നു. അദ്ദേഹം വളരെ നീതിയുള്ള രാജാവായിരുന്നുവെന്നും ദൈവങ്ങൾ പോലും അദ്ദേഹത്തെ ഭയപ്പെട്ടുവെന്നും ഇതിഹാസങ്ങൾ പറയുന്നു. മഹാവിഷ്ണുവിന്റെ വാമനാവതാരത്തിലൂടെ മഹാബലി പാതാളത്തിലേക്ക് പോയെങ്കിലും എല്ലാ വർഷവും തന്റെ ജനങ്ങളെ കാണാൻ താൻ വരുമെന്ന വിശ്വാസമാണ് ഓണം ആഘോഷിക്കുന്നതിന്റെ അടിസ്ഥാനം. ഓണാഘോഷങ്ങളുടെ സുന്ദരത്വം പൂക്കളം, ഓണസദ്യ, വള്ളംകളി, ഓണക്കളികൾ, കൈകൊട്ടിക്കളികൾ എന്നിവയെല്ലാമാണ്. വീട്ടിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടി സന്തോഷത്തോടെ കഴിക്കുന്ന ഓണസദ്യ നമ്മുടെ ഐക്യവും സ്നേഹബന്ധവും പ്രകടിപ്പിക്കുന്നു. ഓണം ഒരുമയുടെ, സമൃദ്ധിയുടെ, സ്നേഹത്തിന്റെ ഉത്സവമാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ ഈ ഓണം ആഘോഷിക്കാം. മാവേലി നാട്ടിൽ എല്ലാ കാലവും സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം സമാപിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.